ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും പ്രഭാതവന്ദനം. നമ്മുടെ ഇന്നത്തെ ധ്യാനം സദൃശ്യവാക്യങ്ങൾ 10-ാം അധ്യായം 22-ാം വാക്യം. സദൃശ്യവാക്യങ്ങൾ 10-ാം അധ്യായം 22-ാം വാക്യം. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോട് ഒന്നും കൂടുന്നില്ല. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോടൊന്നും കൂടുന്നില്ല. ഒരു പുതിയ ദിനം ദൈവം ദാനമായി നൽകിയിരിക്കുന്നു. പ്രാർത്ഥനയോടും വചനധ്യാനത്തോടും ഈ ദിനം ആരംഭിക്കുകയാണ്. ഈ വചനം നമ്മോട് പറയുന്നു, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, നമ്മുടെ അധ്വാനത്താൽ അതിനോടൊന്നും കൂടുന്നില്ല. നാം അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം, നാം അനുഭവിക്കുന്ന എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും സർവശക്തനായ ദൈവം നമുക്ക് നൽകുന്നതാണ്. നമ്മുടെ അധ്വാനത്താലോ നമ്മുടെ പ്രയത്നത്താലോ അതിനോടൊന്നും കൂടുന്നില്ല എന്ന് വ്യക്തമായി ബോധ്യപ്പെടാൻ കഴിയണം. നാം എന്ത് നന്മ അനുഭവിക്കുന്നുവെങ്കിലും, നാം എന്ത് അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നുവെങ്കിലും അത് നമ്മുടെ മേന്മയോ നമ്മുടെ മിടുക്കോ അല്ല. സർവശക്തനായ ദൈവം എല്ലാം തരുന്നതാണ്. പ്രിയമുള്ള ദൈവമക്കളെ, പലപ്പോഴും മനുഷ്യൻ ചിന്തിക്കാറുണ്ട്, ഇതെൻ്റെ അധ്വാനം കൊണ്ട് ഞാൻ നേടിയതാണ്, ഇത് എൻ്റെ ആരോഗ്യം കൊണ്ട് ഞാൻ നേടിയതാണ്, ഇത് എൻ്റെ സമ്പത്ത് കൊണ്ട് ഞാൻ നേടിയതാണ്, ഇതെൻ്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയതാണ്, ഇതെല്ലാം എൻ്റെ പ്രയത്നമാണ്, എന്നെക്കൊണ്ട് ഇത് കഴിയും. ഇത് പലപ്പോഴും മനുഷ്യൻ ചിന്തിക്കുന്ന ഒന്നാണ്. എന്നാൽ വചനം വ്യക്തമായി പറയുന്നു, സർവശക്തനായ ദൈവമാണ് ഇതെല്ലാം നൽകുന്നത്. ഇതെല്ലാം നൽകുന്നത്, ആരോഗ്യവും കഴിവും സമ്പത്തും എല്ലാം നൽകുന്നത് സർവശക്തനായ ദൈവമാണ്. നമുക്കതിനോടൊന്നും കൂട്ടാനായി കഴിയില്ല. ദൈവം തന്നാലേ ഉള്ളൂ. അത് ആരോഗ്യവും നമ്മുടെ കഴിവുകളും നാം പറയുന്ന എല്ലാ കാര്യങ്ങളും ദൈവം തന്നാലേ ഉള്ളൂ. അതുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വെച്ച് ദൈവസന്നിധിയിൽ വിനയപ്പെട്ട് ഞാൻ എന്തനുഭവിക്കുന്നുവോ അതെല്ലാം ദൈവം തന്നതാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാം. പ്രാർത്ഥനയോടെ ഈ ദിനം ആരംഭിക്കാം. പ്രാർത്ഥിക്കാം. എല്ലാ അനുഗ്രഹങ്ങളുടെയും എല്ലാ നന്മകളുടെയും ഉറവിടവും ദാതാവുമായ ദൈവമേ, ഈ മനോഹരമായ പുതിയ ദിനത്തിനായി സ്തോത്രം. സമാധാനത്തോടെ കിടന്നുറങ്ങി നിർഭയം വസിക്കുമാറാക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം തന്ന കൃപകൾക്കായി നന്ദിയോടെ വാഴ്ത്തുന്നു. ഉണർന്നെഴുന്നേറ്റ് കർത്താവിന് നന്ദി കരേറ്റാനും പ്രാർത്ഥനയോടും വചനധ്യാനത്തോടും ഈ ദിനം ആരംഭിക്കുന്നതിനും അടിയങ്ങളെ കർത്താവ് ഒരുക്കിയ മഹാദയക്കായി സ്തോത്രം ചെയ്യുന്നു. എന്തനുഭവിക്കുന്നുവോ അനുഭവിക്കുന്നതെല്ലാം ദൈവം നൽകുന്നതാണ്. അനുഭവിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അത് വ്യക്തമായി ബോധ്യപ്പെടാൻ ഞങ്ങളെല്ലാവരെയും കർത്താവ് സഹായിക്കണമേ. ഞങ്ങളുടെ മിടുക്കല്ല, ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളുടെ അധ്വാനമല്ല, അതെല്ലാം ദൈവം തന്നതാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഈ ആരോഗ്യവും കഴിവും ഇതെല്ലാം ദൈവം നൽകിയിരിക്കുന്നതാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങയോട് ചേർന്ന് ജീവിക്കുന്നതിനും വിനയത്തോടെ എപ്പോഴും അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നതിനും കർത്താവ് സഹായിക്കണം. ദൈവമേ, ഇന്നത്തെ യാത്രകളിലൊക്കെയും കൂടെ ഇരിക്കണമേ. എല്ലാ വാഹനങ്ങളെയും കർത്താവ് നിയന്ത്രിക്കണം. മുൻപും പിൻപും കാവലായി ദൈവം കൂടെ ഇരിക്കണമേ.
കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ, തലമുറകളെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോ ദിനവും ദൈവകൃപ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങളെല്ലാവരെയും കർത്താവ് സഹായിക്കണം. രോഗികൾക്ക് സൗഖ്യം നൽകണമേ. പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളോട് കൂടെ ദൈവം ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ച് ഈ ദിനം ആരംഭിക്കട്ടെ. കർത്താവ് കൂടെ ഇരിക്കണം. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.